ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബഹി ഖളാ ആവാതെ നിസ്കരിക്കണം കേട്ടോ, എപ്പോഴെങ്കിലും വേണ്ടിയിട്ട് ഇവിടെ സുബഹി നിസ്കരിക്കുക എന്നുള്ളതല്ല, സുബഹി ഖളാ ആവാതെ നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, സാധാരണ സുബഹിക്ക് ശേഷം എന്തൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുക. ഖളാ ആവുന്നതിന് മുമ്പ് 121 തവണ യാ മലിക്കു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ, 121 തവണ യാ മലിക്കു യാ അല്ലാഹ് എന്ന ദിക്ർ കൂടെ ചൊല്ലിയാൽ അവൻ നല്ല ഐശ്വര്യവാനായി മാറും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അവനുണ്ടാവുകയില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു തടയുമെന്നർത്ഥം. നല്ല സമ്പത്ത്, ദുനിയവിയായ സമ്പത്ത് അവന് നേടിയെടുക്കാൻ കഴിയും. നല്ല ബർക്കത്തുള്ള സമ്പത്ത്, നല്ല സമ്പത്തുകൾ പല രൂപത്തിലുണ്ടാകും. നല്ല സമ്പത്തും ചീത്ത സമ്പത്തുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചീത്ത സമ്പത്താണ്. ഇതതില്ലാത്ത നല്ല സമ്പത്ത്, നല്ല സമ്പത്തിനുടമയായി അവൻ മാറും. അതേപോലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം അല്ലാഹു തആല കൊടുക്കും. നല്ല സമ്പത്തിനുടമയായി മാറും. നല്ല സമ്പത്ത്, ചീത്ത സമ്പത്തല്ല, നല്ല സമ്പത്തിൻ്റെ ഉടമയായി അവൻ മാറും. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം അവന് കിട്ടും. നല്ല സ്ഥാനത്തിനുടമയാണ്. ജനങ്ങൾക്ക് ഇവന്റെ വാക്ക് അംഗീകരിക്കും. കാരണം ഇവൻ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി അല്ലാഹു തആല മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞ ഉദ്ദേശം. ആ രൂപത്തിൽ നമ്മുടെ സ്വഭാവം മാറിക്കിട്ടും, ജീവിതത്തിൽ മാറ്റം വരും, ജനങ്ങൾക്കിടയിൽ അർഹമായ രൂപത്തിലുള്ള സ്ഥാനം ലഭിക്കും, സാമ്പത്തികമായി പുരോഗതി ലഭിക്കും. അതോടൊപ്പം തന്നെ നല്ല വിജ്ഞാനം